ഇന്നത്തെ നമ്മുടെ റെസിപ്പി സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. നേന്ത്രപ്പഴമൊക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പലഹാരം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമുക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബാറ്ററിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാലാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നീട് വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. വെള്ളത്തിന് പകരം പാൽ യൂസ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിലേക്കൊരു 1/4 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ചുകൂടെ തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1/4 കപ്പ് കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അരച്ചെടുക്കുന്നത്. നമ്മുടെ നീർദോശയൊക്കെ ഉണ്ടല്ലോ, നീർദോശയുടെ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഈ ഒരു ബാറ്റർ വേണ്ടത്. ഇതാണ് കേട്ടോ അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എക്സ്ട്രാ ഒരു 1/4 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടേണ്ടത്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേറൊരു ബൗൾ എടുത്തിട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള മുട്ട ഇത് ഒരു മീഡിയം സൈസിലുള്ള മുട്ടയാണ്. വലിയ മുട്ടയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 മുട്ട തന്നെ മതി കേട്ടോ. പിന്നെ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം മധുരത്തിന് വേണ്ടിയിട്ട്. അതൊക്കെ നമുക്കിവിടെ മധുരം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നീട് നമുക്കതിലേക്ക് നല്ലൊരു ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ട് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ ഇവിടെ 1/4 ടീസ്പൂൺ ഏലക്ക ഇതുപോലെ ചതച്ചെടുത്തതാണ് കേട്ടോ, അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കതിലേക്ക് പഴം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പഴം ആയാലും എന്തും ഇതിൽ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമ്മുടെ ഫില്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 ചെറിയ നേന്ത്രപ്പഴം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ചിരവിയ തേങ്ങയും ചേർത്തിട്ടുണ്ട്. തേങ്ങയ്ക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതുപോലെ നേന്ത്രപ്പഴം വലിയ നേന്ത്രപ്പഴമാണെങ്കിൽ 1 മതി കേട്ടോ. പിന്നെ നട്ട്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ അണ്ടിപ്പരിപ്പും ബദാമും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റി ആയിരിക്കുമല്ലോ. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ ഒന്ന് ചൂടാക്കിയ ശേഷം ഞാൻ കുറച്ച് നെയ്യൊന്ന് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെയ്യോ ബട്ടറോ എന്തായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു തവി ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇത് ബാറ്റർ ഒഴിച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ പാൻ ഓവറായിട്ട് ചൂടാവരുത്. ഓവറായിട്ട് ചൂടായാൽ നമുക്കിതുപോലെ അങ്ങനെ ചുറ്റിച്ച് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് എത്രത്തോളം വലുപ്പമാണ് അതിനനുസരിച്ചൊന്ന് ചുറ്റിച്ച് കൊടുക്കണം. അപ്പം പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്കിതുപോലെ ചുറ്റിച്ചെടുക്കാൻ കഴിയില്ല. ബാറ്റർ അങ്ങ് ഒരു ഭാഗത്തേക്ക് അങ്ങ് പോവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ചെറിയ ചൂടിൽ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മുടെ ഈ ഒരു ഫില്ലിങ് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ തന്നെ ചെയ്താൽ തന്നെ ആ എഗ്ഗൊക്കെ നന്നായിട്ട് തന്നെ കുക്കായിട്ട് വരും. എന്നിട്ട് പെട്ടെന്ന് തന്നെ 4 ഭാഗത്തുനിന്ന് ഇതുപോലെ നല്ലൊരു ബോക്സ് രീതിയിലൊന്ന് മടക്കിയെടുക്കാം. പിന്നെ അടിയിലൂടെയൊക്കെ ഇങ്ങനെ മുട്ട ഇങ്ങനെ ഒലിച്ച് വരാനൊക്കെ ചാൻസ് ഉണ്ട്. നമ്മളിങ്ങനെ ചിക്കി ഇതാക്കിയിട്ടൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. ബാറ്റർ അങ്ങനെ അങ്ങ് ഒഴിക്കല്ലേ, മുട്ട മിക്സ് അങ്ങനെ അങ്ങ് ഒഴിക്കല്ലേ. അപ്പോൾ ഇങ്ങനെ വരാൻ ചാൻസ്, അത് കുഴപ്പമൊന്നുമില്ല. അതിങ്ങനെ സ്പാച്ചിൽ വെച്ചിട്ട് മുകളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. ആ ഒരു ഇതിൻ്റെ ഷേപ്പിലേക്ക് അങ്ങ് ആക്കി കൊടുത്താൽ മതി. എന്നാലും അത് കറക്റ്റായിട്ട് അവിടെ നിന്നോളൂ. അപ്പോൾ എന്നിട്ട് 2 സൈഡും ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കത് മാറ്റാം കേട്ടോ. നല്ല കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കൊടുക്കുക. ഹെൽത്തി മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം. അപ്പം നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. ഓയിലൊന്നും പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതുപോലെ അടുത്തതും ഒക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. പിന്നെ നിങ്ങളുടെ ഈ ഒരു അതിന് ചെറിയൊരു യെല്ലോ കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി നമ്മുടെ ഈ ഒരു ബാറ്ററിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു വൈറ്റ് കളറിൽ നിന്ന് മാറി യെല്ലോ കളറിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതും സെയിം തന്നെ, ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ നമുക്കൊന്ന് ചുട്ടെടുക്കാം. പെട്ടെന്ന് ചെയ്യണം കേട്ടോ. ഈ ഒരു മുട്ടയുടെ മിക്സ് ഒഴിച്ച് കൊടുത്ത ഉടനെ തന്നെ നമുക്കിത് 4 ഭാഗത്തൊന്ന് മടക്കി കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, മുട്ടയുടെ മിക്സ് ഇങ്ങനെ ഒലിച്ചിറങ്ങും. അപ്പോൾ അത് ശ്രദ്ധിക്കാം. ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് തരുന്നേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ FBയിലാണ് കാണണമെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അതാ റെഡി ആയിട്ടുണ്ട്. ഞാൻ ആദ്യം ഒരു 2-3 എണ്ണം ഒന്ന് ചുട്ടെടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് പിന്നെ ബാക്കി ചൂടാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതാ ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. കണ്ടോ, ഇതിൻ്റെ ഉൾഭാഗത്തൊക്കെ എഗ്ഗൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ട് നല്ല ചൂടുണ്ട്. നല്ലോണം കുക്കായി വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.